ശ്രീ സണ്ണി എം കബിക്കാട് കൂടി ചേരുന്നു. ശ്രീ സണ്ണി എം കബിക്കാട്, അങ്ങ് കേട്ട് കാണും, ഉന്നത കുല ജാതർ ആയ ബ്രാഹ്മണനോ നായിഡുവോ ഒക്കെ ഗോത്രവിഭാഗങ്ങളുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്യണം എന്നതാണ് സുരേഷ് ഗോപി പറയുന്നത്. അല്ല, അത് വളരെ ഗുരുതരമായ ഒരു തെറ്റായ ഒരു വീക്ഷണത്തിന് അടിസ്ഥാനത്തിൽ നിന്ന് വരുന്നൊരു നിർദ്ദേശമാണ്. ആദിവാസികളുടെ വകുപ്പ് ഭരിക്കാൻ ഉന്നത കുലജാതർ വരണമെന്നും ഉന്നത കുലജാതരുടെ വകുപ്പ് ആദിവാസി മന്ത്രിമാരുണ്ടെങ്കിൽ അവർക്ക് ഇടപെടാമെന്നും പറയുന്നത് ഒറ്റ നോട്ടത്തിൽ എന്തോ വലിയ വിപ്ലവമാണെന്നാണ് പുള്ളി പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞാൽ രാഷ്ട്രീയത്തിനകത്ത് ഇത്തരത്തിൽ അഭിപ്രായം ചെന്ന് നിൽക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ച് നോക്കിയാൽ അത് അറിയാൻ പറ്റും. അതായത് കേരളത്തിൽ അങ്ങനെ ആണെങ്കിൽ സ്വന്തം നിലക്ക് ഭരിക്കാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗം ബ്രാഹ്മണർ മാത്രമാണ്. ബാക്കി എല്ലാവരും അധോജാതികളാണ്. അവർ മാത്രമേ ഉന്നത ജാതിയുള്ളൂ. കേരളത്തിലെ ബാക്കി എല്ലാ ജാതികളും അധോജാതികളാണ്. ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, നമ്മുടെ ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് ഒരു ജനാധിപത്യ പൗരൻ എന്ന നിലക്ക്, ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരൻ എന്ന നിലക്ക് സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് അറിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് ആദിവാസികളുടെ പ്രശ്നം പരിഹരിക്കാനും ഇന്ത്യയിലെ പൗരന്മാരുടെ പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടന വ്യക്തമായ നിർദ്ദേശവും നിയമവും ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി നിയമങ്ങളും ചട്ടങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതിന് പകരം ഉന്നത കുലജാതർ വന്ന ആദിവാസികളുടെ കാര്യം നോക്കട്ടെ എന്ന് പറയുന്ന തനി ജാതീയമായ ഉള്ളടക്കമുള്ള വർണ്ണാശ്രമധർമ്മത്തിന്റെ ബോധമുള്ള ഒരു പ്രസ്താവന വളർത്തിക്ക് ഒരു കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഉണ്ടാവരുതാത്തൊരു കാര്യമാണത്. പിന്നെ ഇവർക്ക് ഇത് ബാധകമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരിക്കലും പറയരുതാത്തൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ആദിവാസികളുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ശക്തമായി നടപ്പിലാക്കണമെന്നാണ് ഇന്ത്യയിലെ മന്ത്രിയും പൗരന്മാരും ഒക്കെ ആവശ്യപ്പെടേണ്ട ഒരു കാര്യം. അത്തരൊരു വ്യവസ്ഥ ഇവിടെ ഉണ്ട്. അതിന് പകരം ഉന്നത കുലജാതർ വന്ന് നോക്കട്ടെ, ആദിവാസി മന്ത്രി ഉണ്ടെങ്കിൽ പോയി ഉന്നത കുലജാതരുടെ കാര്യം നോക്കട്ടെ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥ കൗടില്യന് മുമ്പുള്ള പ്രാകൃതമായ ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് ഇത് കാണാൻ പറ്റൂ. ഒരു ജനാധിപത്യ സമൂഹത്തിനോ അതിന്റെ ഭരണക്രമത്തിനോ അംഗീകരിക്കാവുന്ന ഒരു കാര്യമേ അല്ല സുരേഷ് ഗോപിയിൽ നിന്നും. നിലപാടും വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ സണ്ണി എം കബിക്കാട്.